ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ആരുമായിക്കൊള്ളട്ടെ, ഒരു നിമിഷം വിശ്വസിക്കുക. കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഈ വ്യക്തിയിൽ അത്ഭുതകരമായൊരു ദൈവിക ഇടപെടൽ സംഭവിക്കണമേ. കർത്താവെ, തടസ്സങ്ങൾ അങ്ങെടുത്തു മാറ്റണമേ. ഈ വ്യക്തി കടന്നുപോയ ശാരീരിക രോഗപീഠകൾ, മാനസിക ദുഃഖങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ജോലിയിലെ തടസ്സങ്ങൾ, വലിയ തടസ്സങ്ങൾ പലതുമുണ്ടാകാം. എന്നാൽ ആ തടസ്സങ്ങൾക്ക് മുകളിൽ അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന അങ്ങയുടെ കരം ഈ വ്യക്തിയിൽ നിറയട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. എല്ലാ ഞെരുക്കങ്ങളിൽ നിന്ന് ഈ വ്യക്തിക്ക് വലിയ വിടുതൽ കിട്ടട്ടെ. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരുടെയും കുടുംബ ബന്ധങ്ങളോട് ചേർത്ത് വെച്ച് ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിക്കുന്ന ഒരു അത്ഭുത വചനം പറയാം. അത് സങ്കീർത്തന പുസ്തകം 37 അധ്യായം അതിൻ്റെ 34 തിരുവചനമാണ്. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 37 വേഴ്സ് 34. വചനം ഇങ്ങനെയാണ്: കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ഇതാണ് വചനം. പലതുകരം ഉയർത്തിപ്പിടിച്ചാലോ? ഈ വചനം നമുക്ക് നേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിനെ കാത്തിരിക്കുക, കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ഭൂമി അവകാശമായി തന്ന് ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഭൂമിയോട് ബന്ധപ്പെട്ട്, മണ്ണിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ ഇനിയുള്ള ശുശ്രൂഷ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. ഒരുപക്ഷെ കുടുംബങ്ങളിൽ സ്വത്ത് ഭാഗം വെപ്പിനോട് ബന്ധപ്പെട്ട് അസ്വസ്ഥതയും അടിപിടിയും കലഹവും പല വീടുകളിലുള്ളതാണ്. അതോടൊപ്പം തന്നെ മണ്ണ് വാങ്ങുന്നതിനോട് ബന്ധപ്പെട്ട്, മണ്ണ് വിൽക്കുന്നതിനോട് ബന്ധപ്പെട്ട് അപ്രകാരം അനുഭവിക്കുന്ന പല പീഡകളും. ഈ വിഷയം നമ്മൾ വളരെ ശ്രദ്ധിച്ച് പഠിക്കണം. കാരണം ഒത്തിരി മനുഷ്യർ തങ്ങളുടെ ജീവിതം മുഴുവൻ നഷ്ടപ്പെടുത്തി കളയുന്ന, സന്തോഷം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണിത്. ഒരായുസ് മുഴുവൻ ഇപ്രകാരമുള്ള കോടതി കേസ്, തർക്കങ്ങൾ, വഴക്കുകൾ ഇങ്ങനെ പറഞ്ഞ് ഭാരപ്പെട്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങൾക്ക് അനേകരെ അറിയാം. ഒരുപക്ഷെ നിങ്ങളിൽ ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ചില കാര്യങ്ങൾ തിരിച്ചറിയാൻ ഈ ശുശ്രൂഷ ഇടവരുത്തും. പലതരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളത് വിശ്വസിക്കണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ചില സ്നേഹം നഷ്ടപ്പെട്ടു പോയത് എന്നു മുതലാണെന്ന് തിരിച്ചറിഞ്ഞാൽ മതി, അല്ലേ? അത്രമേൽ സ്നേഹിച്ചിരുന്ന സഹോദരങ്ങൾ, അത്രമേൽ അടയും ചക്കരയും അത്ര സ്നേഹമായിരുന്നു. എന്നാൽ ഒരു ദിവസം അവർ വഴക്കുണ്ടാക്കും. അതെന്തിനോട് ബന്ധപ്പെട്ട? ഭാഗം വെപ്പിൻ്റെ അന്ന്. അത്രമേൽ സ്നേഹമുള്ള കുടുംബമാണ്, പക്ഷേ ഭാഗം വെപ്പിൻ്റെ അന്ന് അടിപിടി, കലഹം. അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? അന്നാണ് മണ്ണിനെ തൊടുന്നത്. ഈ മണ്ണിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണിനോട് ബന്ധപ്പെട്ട് ഒരു പൈശാചികത എപ്പോഴും ഒളിഞ്ഞിരിപ്പുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ പിന്നിൽ എപ്പോഴും ഒരു പൈശാചികതയുണ്ട്. അവത്തെ കയറി തൊടുമ്പോൾ ഉറപ്പായിട്ടും അവൻ്റെ സ്വഭാവം കാണിക്കാൻ തുടങ്ങും. എത്ര അടയും ചക്കരയുമാണ് സഹോദരങ്ങളെങ്കിലും ഈ ഭാഗമെപ്പിനോട് ബന്ധപ്പെട്ട്, സമ്പത്തിനോട് ബന്ധപ്പെട്ട് എപ്പോഴും ഒരു പീഡ കടന്നു വരും. ഇതിൽ ദൈവമക്കൾക്ക് ജാഗ്രതയില്ലെങ്കിൽ പെട്ടുപോകും, പലതരത്തിൽ പെട്ടുപോകും. ഇവിടെ ഇരിക്കുന്ന നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് തന്നെ ഈ പറഞ്ഞൊരു പീഡയുണ്ടാവും. വലിയ വീട്ടുപേരുണ്ട്,
വലിയ നാട്ടിൽ അങ്ങനെ ഇങ്ങുണ്ട് ഇങ്ങനെയുണ്ട്, പക്ഷേ സമാധാനമില്ല. സമാധാനമില്ല. ഈ അടുത്ത നാളിൽ ഒരു കുടുംബത്തിൻ്റെ വളരെ ഭാരപ്പെട്ടൊരവസ്ഥ, സങ്കടം തോന്നും. കാരണം 3 സഹോദരന്മാർ, ഈ സഹോദരന്മാർ തമ്മിൽ വലിയ സ്നേഹമാണ്. ഇവർ കല്യാണം കഴിച്ചു. കല്യാണം കഴിച്ചതോടുകൂടി ചില ഭിന്നതകൾ ഈ സഹോദരന്മാർ തമ്മിൽ ഉണ്ടാകാൻ തുടങ്ങി. അവസാനം കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു ഭാഗവെപ്പ്. അപ്പൻ വളരെ പ്രാർത്ഥനയൊക്കെ ഉള്ളൊരു നല്ല മനുഷ്യനാണ്. ഈ 3 ആൺമക്കളെയും വിളിച്ചിരുത്തിയിട്ട് ഇവരോട് പറഞ്ഞു, മക്കളെ, ഇതാണ് നമുക്കുള്ള സ്വത്ത്. നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്കിഷ്ടമുള്ളത് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ മൂത്തയാൾ പറഞ്ഞു, അപ്പാ എന്താ അഭിപ്രായം പറയാനാ, അപ്പൻ്റെ ഇഷ്ടം. രണ്ടാമത്തവൻ പറഞ്ഞു, ഞാനായിട്ട് ഒരു അഭിപ്രായവും ഇല്ലേ, കാരണം നമ്മളൊരു കുടുംബമല്ലേ, നമ്മൾ തമ്മിൽ അങ്ങനെ അഭിപ്രായ പ്രകടനത്തിൻ്റെ ആവശ്യമുണ്ടോ, അപ്പൻ തരുന്നത് മതി. ഇളയവൻ പറഞ്ഞു, എനിക്കെൻ്റെ ചേട്ടന്മാർ കഴിഞ്ഞിട്ടേ എനിക്ക് എൻ്റെ ജീവിതമുള്ളൂ, അവർക്കും കൊടുത്തോ, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളത് തന്നാൽ മതി. അപ്പോൾ ചർച്ചകൾ മുമ്പോട്ട് നീങ്ങി. വീടിരിക്കുന്ന സ്ഥലം ഒരാൾക്ക്, വീടിൻ്റെ പുറകുവശത്തുള്ളൊരു സ്ഥലം അടുത്തയാൾക്ക്, ഏറ്റവും ഇളയവന് കുറച്ചങ്ങോട്ട് മാറിയിട്ട് അവർക്കൊരു പ്രോപ്പർട്ടി ഉണ്ട് ടൗണിനോട് ചേർന്ന്. അങ്ങനെ 3 പ്രോപ്പർട്ടിയും സെറ്റ്. ചർച്ച കഴിഞ്ഞു. ഇവർക്ക് വലിയ സന്തോഷം. 3 പേരും അവരവരുടെ മുറികളിലേക്ക് പോയി. അവിടെ ആര് കാത്തു നിൽക്കുന്നു? മാലാഖമാരോ? മാലാഖമാരുടെ രൂപത്തിലുള്ള അവരുടെ ഭാര്യമാർ കാത്തു നിൽക്കുന്നു. ഭാര്യമാർ ഈ 3 പേരെയും വിളിച്ച് മാറ്റി നിർത്തുന്നു. അതിൽ ഇളയവൻ്റെ ഭാര്യ അല്പം സൂത്ര കൂടിയ ഒരു പെണ്ണാണ്. അവൾ ചോദിച്ചു, എന്ത് തീരുമാനിച്ചവിടെ? ഇടി, അതെന്ത് തീരുമാനിക്കാനാ, നമ്മുടെ കുടുംബമല്ലേ, നമ്മുടെ ചേട്ടന്മാരല്ലേ, നമ്മുടെ അല്ലേ സ്വത്ത്. ഇടി, എനിക്കുണ്ടെങ്കിൽ എന്താ, ചേട്ടനുണ്ടെങ്കിൽ എന്താ, ഇതെല്ലാം നമ്മുടേതല്ലേ. ഭാര്യയുടെ മുഖം മാറി. നിങ്ങൾ എന്നാ വർത്താനം പറയണേ? നിങ്ങൾക്ക് വല്ല വിചാരമുണ്ടോ? നിങ്ങൾ ഇത്രയും നാളൊക്കെ അടയും ചക്കരയാന്നൊക്കെ പറഞ്ഞ് ജീവിച്ചു, ഞങ്ങളെങ്ങനെ ജീവിക്കും? ഈ കൊച്ചൊക്കെ എങ്ങനെ ജീവിക്കും? അല്ല, നീ എന്നതാ ഈ പറയണേ? അതേ, ഇപ്പം നിങ്ങൾ ചർച്ച നടത്തിയതൊക്കെ ഞാൻ കേട്ടു. നിങ്ങൾക്ക് ആ റോഡിൽ സൈഡിലുള്ള സ്ഥലം തന്ന് നിങ്ങളെ പറ്റിക്കണതാ. നിങ്ങൾക്ക് വല്ല ബോധമുണ്ടോ? അത് കിട്ടിയിട്ട് ഇപ്പം എന്ത് കിട്ടാനാണ്? അതുകൊണ്ടൊന്നും കിട്ടാൻ പോണില്ല. നിങ്ങളെ ഇപ്പം ചെന്ന് അപ്പനോട് പറ, ഈ വീടിരിക്കുന്ന സ്ഥലം, ഈ വീട് ഉൾപ്പെടെ അത് മതിയെന്ന് പറ. എടി, എങ്ങനെ ചെന്ന് പറയും? അപ്പൻ എന്നാ വിചാരിക്കും? ഇങ്ങോട്ട് നോക്കിക്കേ, അപ്പം വേണോ ഞാൻ വേണോ? അപ്പനെ വേണോ എന്നെ വേണോ? എടി, നിന്നെ എനിക്ക് വേണം. നീ എന്നതാ പറയണേ? എങ്കിലൊന്നും ആലോചിക്കാനില്ല, ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. വേറെ ഒരു മാർഗവും ഇല്ല. ഈ ചെറുക്കൻ അപ്പൻ വാതൊക്കെ ഇരിപ്പുണ്ട്. അപ്പൻ്റെ അടുക്ക ചെന്ന് പറഞ്ഞു, അപ്പാ, അതേ, എനിക്ക് എൻ്റെ മനസ്സിലൊരു ഭാരം. പറയടാ, എന്താ പ്രശ്നം? അല്ല, ആ സ്ഥലം അല്ല, എനിക്ക് ഈ വീടിരിക്കുന്ന സ്ഥലം അത് കിട്ടിയാ കൊള്ളാന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം. എടാ, അതിപ്പം നമ്മൾ പറഞ്ഞല്ലോടാ, ഇനി എന്ത് ചെയ്യും? അല്ല അപ്പാ, ഇപ്പം അപ്പൻ ഒന്ന് വിചാരിച്ചാൽ അതൊന്ന് ക്രമീകരിക്കാൻ പറ്റും. അപ്പൻ ഒന്ന് ഇടപെടണം. അപ്പം പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, അവന്മാരെ വിളിക്ക്, അവരിവിടെയൊക്കെ തന്നെ ഉണ്ട്, വിളിക്കാൻ പറഞ്ഞു. വിളിച്ച് 2 എണ്ണത്തിനെ നിർത്തിയിട്ട് പറഞ്ഞു, എടാ മക്കളെ, നമ്മുടെ ഇളയവൻ ഇങ്ങനത്തെ ഒരു ആഗ്രഹം, നമുക്കതൊന്ന് സാധിച്ചു കൊടുക്കാം. അവൻ്റെ ആഗ്രഹം അതല്ലേ. ബാക്കിയുള്ള 2 പേരും പറഞ്ഞു, അതിനിപ്പോൾ എന്താ അപ്പാ, അപ്പം പറയുന്നതനുസരിച്ചേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പെട്ടെന്ന് കാര്യം നടന്നു. ഇളയവൻ ഓടി മുറിയിലെത്തെത്തി. എടി, കാര്യം നടത്തി. പെണ്ണിൻ്റെ മുഖം മാറി. അതെ, നമ്മൾ ചെന്ന് പറഞ്ഞ ഉടനെ അപ്പനും ചേട്ടന്മാരും സമ്മതിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു സൂത്രം ഉണ്ടാവും. ചെന്ന് പറഞ്ഞ ഉടനെ എങ്ങനെ സമ്മതിക്കുന്നത്? അതിലെന്തോ ഒരു തട്ടിപ്പുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, നമുക്കിത് വേണ്ട, നമുക്ക് അപ്പുറത്ത് ആ വീടിൻ്റെ പുറയിലുള്ള സ്ഥലം മതി, അത് വേണ്ട. എടി, ഇനി ഞാൻ എങ്ങനെ എന്തും പറഞ്ഞു ചെല്ലും? ഞാൻ വേണോ അപ്പം വേണോ? നിങ്ങൾ തീരുമാനിക്കുക. ഇത് പെട്ടെന്ന് ആ സഹോദരൻ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലേ അതിൻ്റെ പിന്നിൽ എന്തോ ഒരു കള്ളക്കണിയുണ്ട്. ഇതൊരു കെണിയാണ്, നിങ്ങളെ പൂട്ടാനുള്ളൊരു കെണിയാണ്. നിങ്ങൾക്ക് ബോധമില്ലല്ലോ. നിങ്ങൾ എന്ന് ഈ ചേട്ടന്മാരപ്പൻ എന്നും പറഞ്ഞ് നടന്നോ? നിങ്ങൾക്ക് ബോധമില്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ നടന്നോ? നിങ്ങൾക്ക് ഞാൻ വേണോ, അപ്പം വേണോ? ഞാനും എൻ്റെ കൊച്ചിനെയും കൊണ്ട് പോകും. ഇവിടെ എന്നെ കൊണ്ട് നിങ്ങളുടെ അടിമയായിട്ടും നിൽക്കാൻ പറ്റത്തില്ല.
ഇനി ഈ വീട്ടിൽ നിന്നിട്ട് വേണം വരുന്നവർക്കൊക്കെ വെച്ച് വിളമ്പി കൊടുക്കാൻ. ഇത് തറവാടാന്നും പറഞ്ഞുകൊണ്ട് പിന്നെ എൻ്റെ ജീവിതകാലം മുഴുവനും ഈവന്മാരെല്ലാം കയറി വരുമ്പോൾ ഞാൻ വെച്ച് വിളമ്പി കൊടുക്കണം. ഈ പെണ്ണ് തന്നെ പറഞ്ഞിട്ടാണ് ആ തീരുമാനത്തിലോട്ട് എത്തിയത്. ഈ ചെറുക്കൻ വീണ്ടും ധർമ്മസങ്കടത്തിലായി. എന്തു ചെയ്യും? അതെ, ഇപ്പോൾ ചെന്ന് പറഞ്ഞ കാര്യം നടക്കും. ഇപ്പം ചെന്ന് പറഞ്ഞ കാര്യം നടക്കും. ഈ ചെറുക്കനെ ഞെക്കിപ്പിഴിച്ച് പീഡിപ്പിച്ചിട്ട് ഈ പെണ്ണ് പുറത്തോട്ട് വിട്ടു. ഇവൻ അപ്പൻ്റെ അടുക്കെ മടിച്ച് ചെന്നു. അപ്പാ, എന്താടാ ഇനി എന്താടാ പ്രശ്നം? അതെ, എനിക്ക് വീടിരിക്കുന്ന സ്ഥലമല്ല വേണ്ടത്, വീടിൻ്റെ പുറകിലുള്ള ആ സ്ഥലമാണ് വേണ്ടത്. അപ്പൻ ഇവനെ നോക്കി. എന്നിട്ട് അപ്പൻ പറഞ്ഞു, തൽക്കാലം നിനക്കൊന്നുമില്ല, തൽക്കാലം ചേട്ടന്മാർക്ക് വീതം വെച്ച് ഞാനങ്ങ് കൊടുക്കും. എൻ്റെ സ്വത്ത് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കാം. ആ, തൽക്കാലത്തേക്ക് നിനക്കൊന്നുമില്ല. നീ നിന്റെ ഭാര്യയുമായിട്ട് ഇഷ്ടമുള്ളതുപോലെ നിങ്ങൾ അധ്വാനിച്ച് ജീവിച്ചോ. ഇതെല്ലാം ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാ. ഇപ്പോഴത്തെ അവസ്ഥ എന്നാന്നറിയോ? ഭാര്യ പറഞ്ഞിട്ട് അപ്പനെതിരെ കേസ് കൊടുത്തിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു. ഇപ്പോഴത്തെ അവസ്ഥയാണ്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ, അച്ഛാ, ഇതെൻ്റെ കുടുംബത്തെക്കുറിച്ചല്ലേ, എന്നെക്കുറിച്ചല്ലേ? ആയിക്കോട്ടെ, ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല, അനേക കുടുംബങ്ങളിൽ സംഭവിക്കുന്ന വളരെ വലിയ ഒരു പൈശാചികതയാണ്. അത്രമേൽ സ്നേഹമുള്ള കുടുംബങ്ങളിൽ ഈ സ്വത്ത് വീതം വെപ്പിനോട് ബന്ധപ്പെട്ട്, മണ്ണിനോട് ബന്ധപ്പെട്ട് വഴക്കും വക്കാണവും, ഉള്ള സ്നേഹം മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ നിന്റെ കുടുംബത്തിൽ, നിന്റെ ജീവിത വഴികളിൽ അപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ഒരു പീഡയുണ്ടെങ്കിൽ ഈ ശുശ്രൂഷ നിനക്ക് വേണ്ടിയുള്ളതാണ്. വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സങ്കീർത്തനം 37:34 തിരുവചനം ഒന്ന് ഏറ്റു പറഞ്ഞോ. കർത്താവിനെ കാത്തിരിക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക, ഭൂമി അവകാശമായി തന്ന് അവിടുന്ന് നിന്നെ ആദരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആയിരിക്കുന്നോരും വരുവാനിരിപ്പോരും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ. ഈശോയെ വണങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ നമുക്ക് ഓർക്കാം. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ കുടുംബത്തിൽ മണ്ണിനോട് ബന്ധപ്പെട്ട്, സമ്പത്തിനോട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ തർക്കങ്ങളോ വഴക്കുകളോ വിഭാഗിതയോ ഉണ്ടെങ്കിൽ ആ മേഖലകൾ പ്രത്യേകം സമർപ്പിക്കുക. ഒരുപക്ഷെ പാരമ്പര്യമായിട്ട് ചില കുടുംബങ്ങളിൽ സ്വത്തിനോട് ബന്ധപ്പെട്ട് ചില തർക്കങ്ങളും വഴക്കുകളും കിടക്കുന്നുണ്ടാവും, കോടതി കേസിൽ കിടക്കുന്നുണ്ടാവും. പൂർത്തീകരിക്കാൻ പറ്റാത്ത വണ്ണം ചില കാര്യങ്ങൾ ഇന്നും അത് ജീവിതത്തിൽ ഭാരപ്പെട്ടിട്ടുണ്ടാവും. ഓരോ മേഖലകളും കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുക. ദൈവമേ, ഈ അൾത്താരയ്ക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അബ്രാഹം എടുത്ത തീരുമാനം പോലെ ഞങ്ങളുടെ ജീവിതത്തെയും കർത്താവ് വിശുദ്ധീകരിക്കണമേ. അബ്രാഹം സഹോദരനോട് പറഞ്ഞത്, നമ്മൾ സഹോദരന്മാരാണ്, നമ്മുടെ മക്കൾ തമ്മിൽ, അടുത്ത തലമുറകൾ തമ്മിൽ കലഹിക്കാൻ പാടില്ല, ഈ സാഹോദര്യം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. ഇന്ന് നിന്റെ കുടുംബത്തിൽ ഏതെങ്കിലും തരത്തിൽ സഹോദരങ്ങൾ തമ്മിൽ കലഹമുണ്ടോ, അസ്വസ്ഥതയുണ്ടോ എങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാടുണ്ട്. ഒരുപക്ഷെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന ആരെങ്കിലും ചിന്തിക്കുകയാണ്, എന്നെ വീട്ടുകാർ പറ്റിച്ചു, എനിക്ക് അർഹതപ്പെട്ടത് തന്നില്ല, എന്നെ അവഗണിച്ചു, എന്നെ ഒറ്റപ്പെടുത്തി, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കേണ്ട പലതും അവർ കൈവശപ്പെടുത്തി, എന്നെ വഴിയാധാരമാക്കി, ഞാനിന്ന് സഹിക്കുന്നു. ഇതാ അബ്രാഹം നിന്നോട് പറയുന്നു, എൻ്റെ സഹോദര സഹോദരി, നിന്റെ സഹനം, നിന്റെ ഒറ്റപ്പെടൽ, നീ വഴിയാധാരമായത് അത് കാണുന്നൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നീ ആശ്രയിച്ചാൽ നിന്നെ തല ഉയർത്തി നിർത്താൻ, നിന്നെ കണ്ണു തുറന്ന് നോക്കാൻ നിനക്ക് ദൈവം അഭിഷേകം നൽകും, ഒരു പുത്തൻ കൃപ നൽകും. സാധിക്കുന്നവർ ഒന്ന് കുനിഞ്ഞ് നിങ്ങളുടെ ശിരസ തറയിലൊന്ന് മുട്ടിച്ച്, ഓൺലൈനൊക്കെ പങ്കെടുക്കുന്നവർ എവിടെയായിരിക്കുന്നെങ്കിലും സാധിക്കുമെങ്കിൽ ഒന്ന് കുനിഞ്ഞ് ദിവ്യകാരുണ്യത്തെ വണങ്ങി
ഒന്ന് ആരാധിക്കണം. ദൈവമേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളുടെ ജീവിതം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് കടന്നു പോകുന്ന അവസ്ഥ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കണ്ണുനീരും ഞങ്ങളുടെ ജീവിത അവസ്ഥയും സമർപ്പിക്കുന്നു. ദൈവമേ, അങ്ങ് അത്ഭുതകരമായിട്ട് ഇടപെടണമേ. ഓരോ വ്യക്തിയും തങ്ങളുടെ കുടുംബത്തിൻ്റെ ഓരോ മേഖലകൾ സമർപ്പിക്കുക. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആരാധനയോടും കർത്താവെ, ഞങ്ങൾ അങ്ങയെ സമർപ്പിച്ച് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും പൂർണ്ണാത്മാവോടും ദൈവമേ, നിന്നെ ഞാൻ സ്നേഹിക്കും. പരിശുദ്ധ പരമമാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എന്നും എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാം പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, എന്നും എന്നുമെന്നും അങ്ങേക്ക് ആരാധന.